ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിതുപോലെ ചപ്പാത്തി എടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ. നിങ്ങൾ എത്ര ചപ്പാത്തി എടുക്കണോ അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് എങ്ങനെ വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റും കൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാബേജ്, അതുപോലെ മഷ്റൂം, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേണമെങ്കിലും ബീഫ് വേണമെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓംലെറ്റ് ആക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിയിൽ ഉപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാറ്റ് മസാലയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ മസാലയിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാറ്റ് മസാല ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മസാല ചേർക്കാം. അപ്പോൾ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് ചേർക്കണില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. സോസും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ശരിക്കും ഒരു നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. സാധാരണ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എന്തായാലും കഴിക്കും. അപ്പോൾ ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയത് കാരണം തന്നെ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മുട്ട നിങ്ങൾക്ക് ചിക്കിയിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തി ബാക്കി വരുന്ന സമയത്ത്. അതുപോലെ ചപ്പാത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റൊട്ടി ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കൂടി പോകണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുളക് പൊടി നമ്മൾ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തിന് എല്ലാം തന്നെ നല്ല പോലെ തന്നെ കലങ്ങി കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 റൊട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ റൊട്ടിയുടെ അളവ് കൂടുതൽ, ചപ്പാത്തിയുടെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഇതിന് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി, അതുപോലെ ഒരു തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ എപ്പോഴും വഴറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പച്ചയായിട്ട് ഉള്ളി തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കുന്നേക്കാളും ഇതുപോലെ വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നല്ല പോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില തന്നെ മതി. നല്ലപോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള റൊട്ടിയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുബൂസിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയാണുള്ളതെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ചേർത്താൽ മതി. പൊറോട്ട ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഉപ്പ്
പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടെ സമയം വേണം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ കനത്തിലാണല്ലോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം നമുക്കിത് ചുട്ടെടുക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് ഓൾറെഡി റൊട്ടിയൊക്കെ നമുക്ക് കുക്കായതാണ് കേട്ടോ. ഒരുപാട് കുക്കാവേണ്ട സാധനങ്ങളൊന്നും ഇതിലില്ല. എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10-12 മിനിറ്റ് എടുക്കുന്നുണ്ട്. നല്ല പോലെ പരത്തിയതിന് ശേഷം കുറച്ച് ചിക്കൻ്റെ പീസസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ചിക്കനോ ബീഫൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ആക്കിയിട്ടുള്ള ചിക്കനാണ് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ആ ഒരു അടപ്പ് തന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതുപോലെ മറ്റേ ഭാഗം ഒരു 5-6 മിനിറ്റ് നല്ല പോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഓംലെറ്റ് സൂപ്പർ ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് രാവിലത്തെ ചായക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉച്ചക്ക് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ. അതുപോലെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വയറ് നിറയുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് ചപ്പാത്തിയൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഒരു 10 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി നല്ലപോലെ ഒന്ന് പിച്ചി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ മാസൂബാണ് റെഡിയാക്കുന്നത്. സാധാരണ കുബൂസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി പൊറോട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാ ചപ്പാത്തിയും ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പഴം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറുപഴം ഏതും എടുക്കുക. റോബസ്റ്റ പഴമോ പൂവമ്പഴമോ ഏത് പഴവും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തിയുടെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പഴത്തിൻ്റെ അളവും കൂട്ടിയിട്ടെടുക്കുക. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. സാധാരണ മാസൂബ് നമ്മൾ കുബൂസിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി വെച്ചിട്ടും അതേ രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ക്രീമും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു ഏകദേശം 3/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം നല്ലപോലെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ക്രീം ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെഡർ ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീസൊന്നും ചേർക്കണില്ല. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. തേനും കൂടെ ചേർക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. തേനും ക്രീമും പഴവും ഒക്കെ ചേരുമ്പോഴാണ് ശരിക്കും മാസൂബിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെഡർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.